നമ്മളിവിടെ നിന്ന് ഇറങ്ങേണ്ട സമയം കൂടെ ഒന്ന് പറഞ്ഞു തരാവോ? ചേച്ചി അത് ഇന്ന് 12:40 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി ചേച്ചി. അതുവരെ മീനരാശിയാ. ഓ ഓ ഓ അങ്ങനെ ചെയ്യാം. ഇവിടെ ആരും മരിച്ചടാ? ആരടാ? അതല്ലടാ ഞാൻ ചോദിച്ചത്. അണ്ണ ഇവിടെ ആരും മരിച്ചത്? ആണ്ടാ അവിടെ അമ്മച്ചിയടാ. ഓ അവക്കൊരു അമ്മൂമ്മയുണ്ട്, അവരായിരിക്കും. നമുക്ക് തിരിച്ചു പോയാലോ? തിരിച്ചു പോകാനോ? ഇത് മരണ വീടാണ്. ആർക്ക് വേണോ കുറെ ആരും ശ്രദ്ധിക്കൂല. നീ വാങ്ങട്ടെ, ഞാൻ ഇല്ലേ നിന്റെ ഇവിടെ. ഇവിടെ കേട്ടിട്ട് പിന്നെ എന്തിനാണ് അതെന്തൊരു തട്ടിയത്? എന്റെ അളിയ നീ ആദ്യം അവളെ ആ വീട്ടിൽ കയറിയിട്ട് നീ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യും. എടാ നീ കര അവളെ ഫ്രണ്ടിൽ കിടന്ന് കാള കരയും പോലെ കര നീ. എടാ ഒരു പെണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ആണൊരുത്ത് ഇങ്ങനെ കരയുമ്പോൾ അവള് ഇമോഷണലി നീ ആയിട്ട് കണക്ട് ആവൂടാ. അവൾ അമ്മൂമ്മ മരിച്ചിരിക്കുമ്പോ മരിച്ചിരിക്കുകയല്ല, മരിച്ച് കിടക്കുകയായിരിക്കും. ഫൺ കൾട്ട് ഫൺ. അഞ്ജലിയുടെ അമ്മൂമ്മ എന്നോട് ക്ഷമിക്കണേ. നീ പെട്ടെന്ന് കയറിപ്പോ. നീ കണ്ടല്ലേ? എനിക്ക് അതെന്ത്? എടാ ഈ മരിപ്പൂട്ടില്ലേ ഈ ആൾക്കാർ കരയണ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ചിരിച്ചു പോവും. നീ പോയിട്ട് ഒറ്റയ്ക്കാ? എടാ ഞാൻ ഇവിടെ ഇല്ലേ, നീ പോയി വളയാളിയാവളാ. മുരളിയെന്നെ വിളിച്ചിട്ട് ഏത് ഭാഗത്താണ് അടക്കണേന്ന് പോയി. അത് ചോദിക്കാതിരിക്കണേ, അടക്കേ മുരളി അടക്കണം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഭൈരവാ, നീ ഇവിടെ വെട്ടി ഒരുക്ക ആളെ വിടുന്നുണ്ട്. എവിടാ? എടാ ഞാൻ ഒരു ബംഗാളി അങ്ങോട്ട് അയച്ചടാ, അവ എത്തിക്കണോല്, നീ നോക്കിയാണ്. അണ്ണാ ഇതുകൊണ്ട് ഒരുത്ത അവിടെ നിന്ന് കറങ്ങണണ്ട. ആരാ അത്? ആ അക്കരെ ഒരു മരിപ്പ് വീട്ടിലേ ഇതുപോലെ ഒരുത്തത് നിന്ന് കറങ്ങിയാണ്. എത്തിക്കഴിഞ്ഞപ്പോൾ പപ്പുടിയുടെ ജനറേറ്റർ ഓടിച്ചോണ്ട് പോയി. എന്താ അവിടെ നിന്ന് കറങ്ങണ? നീ എവിടെ ഉള്ള? നീ ഇവിടെ നിന്ന് ഇറങ്ങിയ അങ്ങനെ? നീ ഭൈരവയച്ച ആളല്ലേ? ആരുടെ അണ്ണാ ഇത് കണ്ട് ഇവിടെ വെട്ടി ഒരുക്കാനായിട്ടേ ഭൈരവയച്ച ബംഗാളി. അത് ശരി, ജനറേറ്ററിന്റെ അടുത്ത് ഇറങ്ങിയപ്പം ഞാൻ വിചാരിച്ചു. അല്ല നിന്റെ മമ്മട്ടി വെട്ടോത്തിയും തന്നയിച്ചില്ലേ? മമ്മട്ടി വെട്ടോത്തി നെഹി. ആ കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നടന്നു എടുക്കാം. വാടാ. അങ്ങോട്ടല്ല, അവിടെ ആ സൈഡിൽ. നിനക്കൊരു മന്ദത എന്ത്? നിനക്ക് ഇവിടെ പോടാ അങ്ങോട്ട്. ഇത് എന്തൊരു ബംഗാളി എണ്ണ ഇത്? ഇവിടെടാ, ഇവിടെ ഇറങ്ങ ഇറങ്ങ്. ദാ ഇവിടെ നിന്ന് ആ മൂല വരെ ചെത്തി വൃത്തിയാക്കിയിട്. ഇവന്റെ അടുത്ത് മലയാളത്തിൽ തൂ ഏ കാം കരോ ഉസ് സൈഡ് പൂരാ ക്ലീൻ കരോ ബോഡി ദഹിപ്പിക്കാൻ. ഹേ അവനെ കൊണ്ട് കൂടെ മുറിപ്പിക്കണം. അത് മുറിക്കണ എന്തിന്? അല്ലെങ്കിൽ ബോഡി എത്തുമ്പോൾ ലാഭം എത്തും. ഒരു കത്തലുമില്ല, അതൊക്കെ ദൂരല്ലേ വയ്ക്കണത്. ആ പറ്റി നാട്ടിന് തോല് വെട്ടിക്കാൻ. കള്ളക്കേണോ? തൂ കാം കരോടാ ജൽദി. പോയി പോയി, തോലൊന്നും ഇല്ല. നിന്റെ വീട്ടിൽ എന്തേടി കൊട്ടും ബഹളമൊക്കെ? തൊട്ടിപ്പുറത്ത് മരിപ്പ് വീടായിട്ട്. ആ ചെറുക്കൻ പറഞ്ഞ ഒന്നും കേൾക്കൂല. ഞാൻ എന്ത് ചെയ്യട്ട്? ഹോ, അടുത്ത ഞായറാഴ്ച നിശ്ചയം നടത്തായിരുന്ന വീടാണിത്. സത്യം, അന്നേരം തന്നെ ഇത് വന്നല്ലെന്നാണ്. നല്ല മരണമല്ലേ, നിന്ന നിപ്പി വീണങ്ങ് തീർന്നു. കിടന്നു പോയാലല്ലേ പാട്. അത് പിന്നെ സാവിത്രി ചേച്ചിക്ക് അങ്ങനെയല്ലേ വരുള്ളൂ. ഒരു പഞ്ചപാവല്ലായിരുന്ന ചേച്ചി. ഇന്നത് വരെ ആരെടുത്തും ഒരു മുഷിച്ചില്ല. ഇച്ചു പോന്ന് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യരെടുത്തും. അത് ഞങ്ങളും ഇവരുമായിട്ട് കേസ് നടക്കുന്ന സമയത്ത് സാവിത്രിമാമി കണ്ടാൻ മിണ്ടുകയും ചെയ്യും. ചക്കയൊക്കെ ഉള്ള സമയത്ത് അടുത്തോണ്ട് പോടി നിൻ്റെ കൂടെ പറയുകയും ചെയ്യും. അവരെ കാര്യമായോണ്ട് ഞാൻ കയറി വന്ന്. മക്കൾക്ക് രണ്ടുപേർക്കും ആ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. തള്ളയെത്തിട്ട് നേരെ ഒന്നും കരയണ പോലുമില്ല. ആ കേസ് പിന്നെ എന്തരായടി? കേസ് ഞങ്ങൾ ജയിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് വഴി കിട്ടുകയും ചെയ്ത്. പക്ഷെ എപ്പോഴും നടന്നേ വീട്ടിൽ ഇറങ്ങാൻ പറ്റൂ. ഒരു സൈക്കിൾ പോലും പോകൂല. ഏടി, അവരവരെ പെരേടത്തിൽ കൂടെ നിനക്ക് വഴി തന്നതും പോരാ, ഇനി ലോറി പോണ വഴി വേണോ? നീ മനഃപൂർവ്വമല്ല നിന്റെ വീടിന്റെ പുറവശത്തെ വഴി കെട്ടി അടച്ചിട്ട് കേസിന് പോയത്. എനിക്ക് കാര്യമായിപ്പോയി. കാലങ്ങളായിട്ട് ഞങ്ങൾ നടക്കണ വഴി ഞങ്ങൾക്ക് കിട്ടാനുള്ള തന്നെ. അത് ഞങ്ങളുടെ അവകാശം തന്നെ. ഓ, നീ പിന്നെ ഒരു മജിസ്ട്രേറ്റ്. മരിപ്പ് വീടാണ്, മിണ്ടാരി അവിടെ. പക്ഷെ ഇതിപ്പോ എന്തരായാലും നിന്റെ വഴിയുടെ തലയ്ക്കെ കൊണ്ടിട്ടാണല്ലോ സാവിത്രി വെച്ച് കത്തിക്കാൻ പോണത്. എവിടെ? ദോ അവിടെ ചെന്ന് നോക്ക്, ഒരുത്തൻ നിന്ന് വെട്ടി വൃത്തിയാക്കണത്. എന്നാലും അവരെ പെരത്തിട്ടാകുമ്പം അവരെ പെരേടത്തിൽ തന്നെങ്കിലും നമുക്കുള്ള വഴിയിൽ ചേർത്തിട്ട് കത്തിക്കാൻ പറ്റുള്ളൂ. വേറെ എന്തുമാത്രം പെരേടം കിടക്കണം അവക്കൊക്കെ. നിങ്ങൾ അങ്ങോട്ട് എന്ന് പറഞ്ഞാണ് അവിടെ ഇട്ട് കത്തിക്കാൻ പറ്റൂലെന്ന്. ദാണ്ടേ രാത്രി അതുവഴി ഇറങ്ങി വരുമ്പോ സാവിത്രിമാമി ബേന്ന് പറഞ്ഞോണ്ട് നിൽക്കും, ചുണ്ണാമ്പ് ചോദിച്ചോണ്ട്.
നിങ്ങൾ അങ്ങോട്ട് ചെന്ന് പറയണ അതാ ഞാൻ പോയി പറയണ. അത് പിന്നെ എന്തോന്ന് കുമാറേ, മാമൻ അടക്കിയത് അവിടെ ഇല്ലേ, അവിടെ തന്നെ മാമി അടക്കണമെന്ന് മാമി പറഞ്ഞിട്ടുള്ളേ. എന്ന് പറഞ്ഞാ ഈ പ്രസന്റ് എങ്ങനെ പറയുമ്പോ പിന്നെ എങ്ങനെയാണ് അവന്റെ വഴിയിട്ടല്ലല്ല, നമ്മുടെ വസ്തുലല്ലേ, അതിന് അവനെന്ത്? അണ്ണാ ആ ഒരു ടൈപ്പ് അല്ലേ, വെറുതെ മരിപ്പായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലേ. നമുക്കൊത്തി അവിടെ നിന്ന് മാറ്റി കൊടുത്താ എന്ത്? വെറുതെ അവൻ അലമ്പ ഒരു അവസരം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാ ആ കുമാർ അത് നോക്കി ചെയ്യാട്ടാ. അണ്ണ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ചെല്ലണം, ഞാൻ അമ്പലത്തിൽ കിടന്ന് വരാം. അണ്ണൻ ചെല്ലണം, ഞാൻ അവിടെ ഉണ്ടല്ലോ. ഇതിന്റെ അടിമൊത്തം പാറയടാ. എന്തായാലും നന്നായടാ, നമുക്ക് കുറച്ചേരം കൂടെ നിൽക്കാല്ലേ. എടാ ശരിക്കും ഈ പണിയേണ്ട വന്നാ ഞാൻ ഇറങ്ങി ഓടുവളിയാ. ആരും വരില്ലളിയാ, അതൊക്കെ ഞാൻ എപ്പോഴേ ബ്ലോക്ക് ചെയ്തു. ഇവിടെ പണിക്ക് വന്ന ബംഗാളിക്ക് ഞാൻ 500 കൊടുത്ത് പറഞ്ഞു വിട്ടു. കുബീണെന്നൊക്കെ കാണണം, ഏസ്തറ്റിക്ക്. ഇവളാണ് അളിയ എൻ്റെ പെണ്ണ്. ഡേ ആരൊക്കെ വന്നടേ, ഞാൻ അങ്ങോട്ട് നിൽക്കേ. നീ എന്തായാലും ഇവിടെ പണി, ഞാൻ പോയി അവളെ കളച്ചിട്ട് വരാം. ഏ ഭയ്യ ഉദർ 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 കരോ. ബംഗാളെ ഇവിടെ വേണ്ട, നീയേ ദോ ആ മൂലയിൽ പോയി, ദോ ഓ മൂലമേ പോയി കാം കരോടാ. ആ മൂല നീ പറഞ്ഞു വിട്ടാ എടേ, അത് കന്നിമൂലയാണ്. പേരേടത്തിന് എന്തോന്ന് കന്നിമൂല? അറിഞ്ഞുള്ളി സംസാരിക്കാൻ പോവൻ. പേരേടത്തിന് കന്നിമൂല ഇല്ലെന്നാ. മാമ മരിച്ച ഞങ്ങളെ സഹോദരി എന്നെ സമ്മതിച്ച് എന്ന് വെച്ചാൽ എല്ലാത്തിലും കയറി മേലെ ഉടക്കാൻ നിൽക്കല്ലേ. പോടാ കന്നിമൂല കന്നിമൂല എടാ, പോടാ ഇറക്കാം ജൽദി തരക്ക്. മാമ നിങ്ങൾ പോയി. ഹലോ, നീ എന്താ എന്നെ വിളിച്ച് പറയുന്നേ? അത് അച്ഛൻ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ്. അച്ഛൻ വിളിച്ചു, അത് ഓക്കെ, പക്ഷെ നിനക്കൊന്നും വിളിക്കായിരുന്നല്ലോ. നീ അച്ഛനും അമ്മയും വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല. കണ്ടോ, നിനക്കിപ്പോൾ എന്തൊക്കെയോ മാറ്റമുണ്ട് അഞ്ജലി. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പോലെയല്ല നീ ഇപ്പോൾ. ചേട്ടാ, ഇവിടെ എൻ്റെ അമ്മയാണ് മരിച്ചത്. രാവിലെ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്കിപ്പോൾ കിടന്ന് അടികൂടാനൊന്നും വയ്യ. ഞാൻ അടികൂടാൻ വന്നോ? എന്തായാലും ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ആളെയല്ല നീ ഇപ്പോൾ. അവിടെ എന്താ ഒരു ശബ്ദം കേൾക്കുന്നേ? ബാൻഡ് മേളും. അഞ്ജലി, നീ ഇപ്പോൾ എവിടെ നിൽക്കുന്നേ? ഞാൻ എൻ്റെ വീട്ടില്. പിന്നെ അവിടെ എങ്ങനെ ഈ ബാൻഡ് കേൾക്കുന്നേ? അവിടെയൊക്കെ മരണ വീട്ടിൽ ബാൻഡ് വായിക്കോ? ആ വായിക്കും. ഇത് എൻ്റെ വെടിക്കെട്ടും ഉണ്ട്. എന്ത്? അത് അപ്പുറത്തെ വീട്ടിൽ അവരെന്തോ പ്രാക്ടീസ് ചെയ്യണയാണ്. നിനക്കിത് ആദ്യമേ പറഞ്ഞൂടെ? ചേട്ടാ ഇവിടെ എന്നെ വിളിക്കണം, ഞാൻ ഒന്ന് വെച്ചോട്ടാ. ഞാൻ ഫ്രീ ആകുമ്പോൾ തിരിച്ചു വിളിക്കാം. നിക്ക് നീ ഇപ്പം തന്നെ എൻ്റെ അമ്മ അച്ഛനെ വിളിച്ചേക്കണം, മനസ്സിലായോ? ഓ